Hi, I'm Shabana KS, faculty in logistics. I handle management in logistics and fundamentals in logistics. And today I'm going to deal with the topic logistics management, supply chain management, and 3 phases of logistics plus the logistics activities. So before starting with the topic, do you know what is logistics? See, നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് വി നീഡ് ടു നോ വാട്ട് ഇസ് ലോജിസ്റ്റിക്സ് അല്ലേ. സി ഐ ഹവ് ഓർഡേഡ് സംതിങ് ആൻഡ് ഐ ഗോട്ട് ടെൽ യു വാട്ട് ഐ ഹവ് ഓർഡേഡ് സംതിങ് ത്രൂ ആമസോൺ, ഫ്ലിപ്കാർട്ട് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, എനിക്കിപ്പോൾ അത് ഡെലിവറി ചെയ്ത് കിട്ടി. ഓക്കെ, സോ ലൈക്ക് ദ ആമസോൺ ഡെലിവറി ബോയ്സ് അവരെന്താ ചെയ്യുന്നത്? ഡെലിവർ ദ പ്രോഡക്ട്സ്. അവർ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്, കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുകയാണ്. സോ ഇസ്ന്റ് ഇറ്റ് എ ലോജിസ്റ്റിക്സ്? അവർ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് ആണോ? അപ്പോൾ ലോജിസ്റ്റിക്സ് എന്താണെന്ന് അറിയണം അല്ലേ. ഓൾ റൈറ്റ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. എന്താണ് ലോജിസ്റ്റിക്സ്? വാട്ട് ഈസ് ലോജിസ്റ്റിക്സ്? വളരെ സിമ്പിൾ വേർഡ്സിൽ എങ്ങനെ പറയാം ലോജിസ്റ്റിക്സ് എന്നുള്ളത്? ലോജിസ്റ്റിക്സ് ഈസ് acquiring the goods or acquiring the certain amount of goods. കുറച്ച് ഗുഡ്സ് എടുത്ത് വെക്കുക, അത് പ്രോപ്പർലി മാനേജ് ചെയ്യുക, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ടു ദ എൻഡ് കസ്റ്റമേഴ്സ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ടു ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ആരാണോ ഓർഡർ തന്നത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, what is logistics? It refers to, just read, it refers to the overall process of managing how the resources are acquired, stored and transported to the final destination. I hope it's understood. നമ്മൾ റിസോഴ്സ് എടുക്കുന്നു, അത് പ്രോപ്പർലി മാനേജ് ചെയ്യാണ്, മീൻസ് അത് സ്റ്റോർ ചെയ്യാണ്, ആൻഡ് ദെൻ ഇറ്റ് ഈസ് transported, distributed, it's transported to the final destination എന്ന് പറഞ്ഞാൽ എൻഡ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക്. ഓക്കെ, അല്ലെങ്കിൽ ആരാണ് ഓർഡർ ചെയ്തത് അവരുടെ അടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോൾ പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഹോപ്പ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ. ഓക്കെ, സി ദർ ഇസ് അനദർ ഡെഫിനേഷൻ ഫോർ ലോജിസ്റ്റിക്സ്, ദാറ്റ് ഇസ് നമുക്ക് റോ മെറ്റീരിയൽസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റോ മെറ്റീരിയൽസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? റോ മെറ്റീരിയൽസ് മീൻസ് സ്മോൾ പാർട്സ്, കോമ്പണൻസ് ഒക്കെ ഇല്ലേ? കെൻ യു സീ ദിസ് പാർട്സ്? ഇതൊക്കെ കാണാമോ? സ്റ്റിക്കല്ല, പാർട്സ് കാണാമോ? യെസ്. സോ ദീസ് ആർ ദ റോ മെറ്റീരിയൽസ്, അതായത് ചെറിയ ചെറിയ കോമ്പണൻസ്, പാർട്സ്. ഓക്കെ, ഇതൊരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് മാറുമ്പോൾ ഫിനിഷ് ഗുഡ്സ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് റോ മെറ്റീരിയൽസ് വിൽ കളക്ട് ഫ്രം ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്നും മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ആൻഡ് മാനുഫാക്ചറിങ് സെക്ടറിൽ, ഇൻ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഈ ഗുഡ് അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽസ് എല്ലാം ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആകും. ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് ഇറ്റ്സ് ബീൻ ട്രാൻസ്പോർട്ടഡ് ടു ദ എൻഡ് കസ്റ്റമർ. അപ്പോൾ അതും ഒരു കൈൻഡ് ഓഫ് ലോജിസ്റ്റിക്സ് ആണ്. ഓൾ റൈറ്റ്, നെക്സ്റ്റ് ഡെഫിനിഷൻ ഇസ് ദാറ്റ് logistics is the flow of materials from the suppliers to the manufacturers and distribution of finished product to the end customer. ഓക്കെ, അതായത് ദ റോ മെറ്റീരിയൽസോ കോമ്പണൻസോ പാർട്സോ ഒക്കെ സപ്ലയേഴ്സിൽ നിന്നും മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തേക്ക് പോവും. ദെൻ സോ ഇറ്റ്സ് ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് അല്ലേ, ആൻഡ് പിന്നെ ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് ഇറ്റ്സ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ എൻഡ് കസ്റ്റമർ. അതും ഒരു ഡെഫിനേഷനാണ് ലോജിസ്റ്റിക്സിൻ്റെ. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. എന്താ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ്, യു മേ ഹാവ് ഹേർഡ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് കേട്ടിട്ടുണ്ടോ? യെസ്, റൈറ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പ്ലാൻ ചെയ്യും, അത് ഓർഗനൈസ് ചെയ്യും, സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യും, അത് കൺട്രോൾ ചെയ്യും, സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകുക അല്ലേ. യെസ്, ദ സെയിം വേ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ മാനേജ് ചെയ്യുന്നത്? ഹിയർ ദ മാനേജ്മെൻറ്റ് ഇസ് എഫിഷ്യൻറ്റ് ആൻഡ് സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നതും അത് പ്രോപ്പർലി പാക്ക് ചെയ്യുന്നതും എഫിഷ്യൻ്റ്ലി അത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതുമാണ് ഇവിടെ
മാനേജ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് സെക്ടർ മാനേജ് ചെയ്യുന്ന കാര്യമാണ്. Okay, the same thing it's written in a definition. Just read. Logistics management is a process of planning, implementing and controlling what? എന്ത് കൺട്രോൾ ചെയ്യുന്നത്? Efficient flow and storage of goods, service, distribution and transportation. അതായത് ഗുഡ്സ് എഫിഷ്യൻ്റ്ലി മൂവ് ചെയ്യണം. ഇപ്പോൾ ഗുഡ്സ് എടുക്കുന്നു കറക്റ്റ് ടൈമിൽ, കസ്റ്റമർ ഓർഡർ തരുമ്പോൾ ഗുഡ്സ് എടുക്കുന്നു ദെൻ കറക്റ്റ് ടൈമിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദെൻ ഇറ്റ്സ് റീച്ചിങ് ടു ദ എൻഡ് കസ്റ്റമർ. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർലി മാനേജ് ചെയ്ത് പോകുന്നതാണ് വാട്ട്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഐ ഹോപ്പ് ദിസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇസ് ക്ലിയർ ആണല്ലോ? ഓൾ റൈറ്റ്. സോ നെക്സ്റ്റ് ഇസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. എന്താ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു സ്മോൾ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. See, I've shown you this parts, അല്ലേ? This components, these components, parts ഒക്കെ നേരത്തെയും കാണിച്ചു. അപ്പോൾ can you see this like parts or components? കാണാം അല്ലേ? All right. അപ്പോൾ നമ്മൾ raw materials അല്ലെങ്കിൽ components parts ഇപ്പോൾ ഞാൻ 2-3 തവണ പറഞ്ഞു അല്ലേ? യെസ്. അപ്പോൾ ഇത് നമ്മൾ ഫിനിഷ് പ്രോഡക്റ്റ് ആവുകയാണ്. ഓക്കെ, see this raw materials അല്ലെങ്കിൽ components ഒരു ഫിനിഷ് ഗുഡിലേക്ക് ആയി കഴിഞ്ഞിട്ട് ഇതെന്താ അത്? isn't it a watch? വാച്ച് ആണ് അല്ലേ? അപ്പോൾ ഇതൊരു ഫിനിഷ് പ്രോഡക്റ്റ് ആയി. എന്നിട്ട് ഫിനിഷ് പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ എവിടെയാണോ ആരാണോ ഓർഡർ ചെയ്തത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ദ ഹോൾ പ്രോസസ്, ഈ ഹോൾ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇസ് പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽസ്, കോമ്പണൻസ് ഓർ പാർട്സ്. നമ്മൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കോമ്പണൻസ് ഓർ പാർട്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ആൻഡ് ദെൻ ഇറ്റ്സ് ഡെവലപ്ഡ് ഇൻ ടു ഫിനിഷ് പ്രോഡക്റ്റ്. നമ്മളത് എടുത്തു, യെസ്, മാനുഫാക്ചറർ അത് ദേ ഹവ് ഡെവലപ്ഡ് ഇൻ ടു എ ഫിനിഷ് പ്രോഡക്റ്റ്. അവരൊരു ഫിനിഷ് പ്രോഡക്റ്റ് ആക്കി. പിന്നെ ഇറ്റ്സ് ബീൻ ഡെലിവർ ടു ദ എൻഡ് കസ്റ്റമർ. എൻഡ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഹോൾ പ്രോസസ്സാണ് എന്ത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അണ്ടർസ്റ്റുഡ്? ഓൾ റൈറ്റ്. സോ നെക്സ്റ്റ് ഇസ് 3 phases ഓഫ് ലോജിസ്റ്റിക്സ്. 3 phase ഉണ്ട്. സോ ദാറ്റ് ഈസ്, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. 3 phases വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് phase ഇസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. എന്താ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. വാട്ട് ഇസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഇസ് ദാറ്റ് ദ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പണൻസ് അല്ലെങ്കിൽ പാർട്സ് ഇല്ലേ, ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ്, കോമ്പണൻസ്, പാർട്സ് എല്ലാം ഫ്രം ദ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്നും മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് ഇല്ലേ, ദാറ്റ് പ്രോസസ് ഇസ് വാട്ട്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. Inbound logistics refers to the process of receiving, storing what? Raw materials, components from suppliers to the manufacturer that are needed for production. Manufacturer കയ്യിൽ എന്തിനാണ് എത്തുന്നത്? അത് ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആവാനായിട്ട് അല്ലേ? സോ ഇൻബൗണ്ട് ഇസ് ദാറ്റ് സിമ്പിൾ ആണ്. ദാറ്റ് ഇസ് ദ റോ മെറ്റീരിയൽസ് ഓർ കോമ്പണൻസ് ഓർ പാർട്സ് ആർ ടേക്കൺ ഫ്രം സപ്ലയേഴ്സ് ടു ദ മാനുഫാക്ചറേഴ്സ്. ഓക്കെ, സോ ഇൻബൗണ്ട് മനസ്സിലായി അല്ലേ? നെക്സ്റ്റ് ഇസ് ആഫ്റ്റർ ഇൻബൗണ്ട് എന്ത് ചെയ്യണം? ഇൻ പ്രോസസ്സിംഗ് ആണ്. ദിസ് കോമ്പണൻസ് അല്ലെങ്കിൽ പാർട്സ് ഒക്കെ പ്രോസസ്സ് ചെയ്തല്ലേ ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആവുള്ളൂ. യെസ്, സോ നെക്സ്റ്റ് ഇസ് ഇൻ പ്രോസസ്സിംഗ് ലോജിസ്റ്റിക്സ്. ഇൻ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ തന്നെ ഡിഫറെൻറ്റ് സെഷൻസ് ഉണ്ടാവും. ഓരോ സെഷനിൽ നിന്ന് നെക്സ്റ്റ് സെഷനിലേക്ക് ദിസ് വാച്ച് ഇറ്റ് സെൽഫ് ഒരു പ്ലേസിൽ തന്നെ, ഒരു സെഷനിൽ തന്നെയല്ല ഹോൾ പ്രോസസ്സ് നടക്കുന്നത്. Okay, maybe one part in one session and next part will be done by a group of like staff or employees in next session. പിന്നെ അടുത്ത പാർട്ട് അടുത്ത സെഷൻ, അങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഇറ്റ്സ് ബീൻ ഡിവൈഡഡ്. അപ്പോൾ അത് തന്നെയാണ് എന്ത്? ഇൻ പ്രോസസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലും. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ദ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ പിക്ചറിൽ നോക്കിയാലും മനസ്സിലാവും. റോ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻ്റ് ആണ്, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പണൻസ് പാർട്സ്, അതിൻ്റെ മൂവ്മെൻ്റ് ആണ്
within the manufacturing point. ഈ manufacturing point ആണ്. Can you see this picture? Yes. അപ്പോൾ within this manufacturing point എല്ലായിടത്തും എന്താ ഓരോ സെഷൻ അനുസരിച്ച് ഓരോ പാർട്സ് ഫോം ചെയ്ത് ഇറ്റ്സ് മെയ്ഡ് ഇൻ ടു എ ഫിനിഷ് പ്രോഡക്റ്റ്. ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആവുന്ന ആ ഒരു പ്രോസസ്, ദ ഹോൾ പ്രോസസ്സാണ് എന്ത് ഇൻ പ്രോസസ് ലോജിസ്റ്റിക്സ്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് യെസ്. അപ്പം നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ത്രൂ ഇൻ പ്രോസസ് ലോജിസ്റ്റിക്സ് ആ ഫൈനൽ പ്രോഡക്റ്റ് ഇസ് റെഡി. നെക്സ്റ്റ് വൺ ഇസ് എന്താ? ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫൈനൽ പ്രോഡക്റ്റ് പ്രോപ്പർലി പാക്ക് ചെയ്ത് എൻ കസ്റ്റമറിന് എത്തിക്കണ്ടേ? അതേ ഉള്ളൂ. സോ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ഇസ് ദാറ്റ് മൂവിങ് ദ ഫിനിഷ് ഗുഡ് ഫ്രം ദ കമ്പനി ടു ദ എൻ കസ്റ്റമർ ഓർ എനി അതർ ബിസിനസ്. ഓക്കെ, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്താ? ഫിനിഷ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത ഫിനിഷ് പ്രോഡക്റ്റ് ഇസ് ബീൻ ഡെലിവേർഡ് ഇൻ ടു ദ ഓർ ഡെലിവേർഡ് ടു ദ എൻ കസ്റ്റമർ ഓർ ബിസിനസ്. ആരാണോ ആവശ്യപ്പെട്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. ദിസ് ഇസ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. മനസ്സിലായോ? ഇൻബൗണ്ട്, ഇൻ പ്രോസസിങ്, ഔട്ട് ബൗണ്ട്. ക്ലിയർ? ഓക്കെ, ഓൾ റൈറ്റ്. സോ നെക്സ്റ്റ് ഇസ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഡോണ്ട് ലുക്ക് ദർ. ഓക്കെ, ഡോണ്ട് ലുക്ക് ഓൺ ദ സ്ക്രീൻ. എന്തൊക്കെയാവാം ലോജിസ്റ്റിക്സിൽ ആക്ടിവിറ്റീസ് എന്ന് പറയാമോ? ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ, ഓക്കെ, ലോജിസ്റ്റിക്സ് സെക്ടറിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും? യെസ്, യെസ്, വെരി ഗുഡ്, കറക്റ്റ്. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നെ സ്റ്റോറേജ്, വെയർ ഹൗസിങ്, പിന്നെ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യണ്ടേ കറക്റ്റായിട്ട്. നമ്മൾ എന്താ പറയുക, സൂക്ഷിച്ച് വളരെ പ്രോപ്പറായിട്ട് മെറ്റീരിയൽസ് എപ്പോഴും ഹാൻഡിൽ ചെയ്യുക. ദെൻ അല്ലെങ്കിൽ ഡാമേജ് പറ്റും അല്ലേ? യെസ്, മെറ്റീരിയൽ ഹാൻഡിലിംഗ്, പിന്നെ പാക്കേജിങ്, ഓർഡർ പ്രോസസ്സിങ്. ഓർഡർ കസ്റ്റമർ ഓർഡർ തരുന്നതനുസരിച്ച് യെസ് വി ഹാവ് ടു ഗിവ് ദ ഓർ വി ഹാവ് ടു ഫുൾഫിൽ ദ ഓർഡർ അല്ലേ? വി ഹാവ് ടു ഗിവ് ദ ഗുഡ്സ് ടു ദ കസ്റ്റമർ. ഓർഡർ പ്രോസസ്സിങ്. ദെൻ ഇൻവെൻട്രി ഫോർകാസ്റ്റിംഗ് അല്ലേ? ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എത്ര ഇൻവെൻട്രി വേണം, എത്ര സ്റ്റോക്ക് എടുത്ത് വെക്കണം, ഇതൊക്കെ കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്യണം. ഓവർ സ്റ്റോക്കിങ്ങും ആവാൻ പാടില്ല, ഒത്തിരി സ്റ്റോക്ക് എടുത്ത് വെക്കണ്ട. ഓക്കെ, പിന്നെ സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ, ദാറ്റ് ഈസ് അണ്ടർ സ്റ്റോക്കിങ്ങും ആവരുത്. ലൈക്ക് എന്താ പറയുക, ഇൻവെൻട്രി ഷുഡ് ബി പ്രോപ്പർലി മാനേജ്ഡ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഇൻവെൻട്രി ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ഉണ്ട്. പ്രൊഡക്ഷൻ സീറ്റ്സ് ലൈക്ക് ഡിമാൻഡ് അനുസരിച്ചാണ്. നമ്മളുടെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡുണ്ട്, ഭയങ്കര സെയിലുണ്ടെങ്കിൽ ഒത്തിരി പ്രൊഡക്ഷനുണ്ട്. ഓക്കെ, ഡിമാൻഡ് കുറവാണ്, സെയിൽ കുറവാണെങ്കിൽ അത്ര പ്രൊഡ്യൂസ് ചെയ്യണ്ട അല്ലേ? സോ പ്രൊഡക്ഷൻ പ്ലാനിങ്. പിന്നെ കസ്റ്റമർ സർവീസ്, വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ദെൻ സൈറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് ഡീപ്പായിട്ട് പോവാം. ഓക്കെ, ഭയങ്കര വലുതായിട്ടല്ല, ചെറുതായിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഫസ്റ്റ് വൺ ഇസ് ട്രാൻസ്പോർട്ടേഷൻ. എന്തായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ? ലോജിസ്റ്റിക്സിലാണ്, ഇറ്റ്സ് റിലേറ്റഡ് ടു ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിൽ 4 types ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഏതൊക്കെയാ? റോഡ്വേസ്, റെയിൽവേസ്, ദെൻ എയർവേസ്, സീവേസ്, 5 ഉണ്ട്. ദെൻ പൈപ്പ് ലൈൻ, 5 types ഉണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾക്ക് എങ്ങനെ വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. Okay, so first one is transportation. The manager can fix മാനേജറിന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പം മാനേജറോ അല്ലെങ്കിൽ ദ ഹെഡിന് തീരുമാനിക്കാം. ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ ഹെഡ് ഓർ ദ മാനേജർ ഓർ ദ ഓണർ ക്യാൻ ഡിസൈഡ് which mode of transportation will be better. ഏത് വേണം എന്നുള്ളത് he or she can decide. അതാണ് mode of transportation. Okay, so the logistics manager can select the mode of transportation to move the materials and finished goods. Finished goods ആണെങ്കിലും raw materials ആണെങ്കിലും അതിൻ്റെ മൂവ്മെൻറ്റ് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലൂടെ വേണമെന്ന് he or she can decide. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്റ്റോറേജ്. ഗുഡ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? വെയർ ഹൗസിലാണ് അല്ലേ? അത് തന്നെയാണ്. ഗുഡ്സ് ആർ ബീൻ സ്റ്റോർഡ് ഇൻ ദ വെയർ ഹൗസ്. സോ കറക്റ്റായിട്ട് ഇൻവെൻട്രി മാനേജ് ചെയ്യുക, അതായത് ഗുഡ്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട്. ഓവറായിട്ടും വേണ്ട, ഗുഡ്സ് ഇല്ലാത്ത ഒരവസ്ഥയിലും വരരുത്. സോ സ്റ്റോറേജ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. പിന്നെ പാക്കേജിങ്. എന്താ പാക്കേജിങ്? പ്രോപ്പർലി ഗുഡ്സ് പാക്ഡ് ആയിരിക്കണം. ഗുഡ് ഷുഡ് ബി പ്രോപ്പർലി പാക്ഡ്. കാരണം ഗുഡ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു രീതിയിലും ഡാമേജ് വരാൻ പാടില്ല.
If any damage occurs means we have to be responsible. നമ്മൾ റെസ്പോൺസിബിൾ ആവണം അല്ലേ? യെസ്. അപ്പോൾ അതാണ് പാക്കേജിങ്. ദ ഗുഡ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഡാമേജ്. ഡാമേജ് ഒന്നും ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്? മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വെയർ ഹൗസ്, സ്റ്റോറിങ് ദം and moving goods to the shipping areas. Okay, and like shipping areas or to the customers. അതായത് മെറ്റീരിയൽസ്, നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ്, ഗുഡ്സ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യണം. ടു ദ വെയർ ഹൗസ്, വെയർ ഹൗസിൽ എത്തിക്കുന്നതും ആൻഡ് ഇൻ ദ വെയർ ഹൗസ് ദ ഗുഡ്സ് ആർ ബീൻ സ്റ്റോർഡ് അല്ലേ? അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്നതും ആൻഡ് ഫ്രം ദർ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കുന്നതും, ലൈക്ക് ടിൽ ദാറ്റ് ടൈം the goods are to be properly handled. അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓർഡർ ഫുൾഫിൽമെൻറ്റ്. ഓർഡർ ഫുൾഫിൽമെൻറ്റ് എന്താ? കസ്റ്റമർ ഓർഡർ തന്നു. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ സെറ്റ് ഐ ഹാവ് ഓർഡർഡ് സംതിങ് ഫ്രം ആമസോൺ. ഞാൻ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നും ഞാനൊരു ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്യുന്ന ഡേറ്റിനകത്ത് തന്നെ എനിക്കിത് ഡെലിവർ ആയി കിട്ടിയാൽ ഐ എം സാറ്റിസ്ഫൈഡ്, ഫുള്ളി സാറ്റിസ്ഫൈഡ്. നിങ്ങളും അങ്ങനെയല്ലേ? നമ്മളൊരു ഓർഡർ ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുൻപാണ് നമുക്ക് ഓർഡർ കിട്ടുന്നതെങ്കിൽ വി ആർ സാറ്റിസ്ഫൈഡ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അപ്പോൾ അതാണ് എന്താ ഓർഡർ ഫുൾഫിൽമെൻറ്റ്. ടൈം കുറച്ചിട്ട് മാക്സിമം സ്പീഡിൽ കസ്റ്റമേഴ്സിന് ഓർഡേഴ്സ് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, all right. So logistics service must ensure that delivery lead time reduced to the minimum to complete the customer orders. Customer orders സ്പീഡിലായിട്ട് കുറച്ച് സ്പീഡിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ടൈം ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുക. ടൈം റെഡ്യൂസ് ചെയ്ത് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓർഡർ എത്തിച്ചു കൊടുക്കുക. അതാണ് വാട്ട് ഓർഡർ ഫുൾഫിൽമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻവെൻട്രി ഫോർകാസ്റ്റിംഗ്. ഇൻവെൻട്രി ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ്? The accurate forecasting are essential to run a logistics industry. അപ്പോൾ എഫക്റ്റീവായിട്ട് ഇൻവെൻട്രി മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക. അതായത് എത്ര സ്റ്റോക്ക് വേണം നമ്മൾക്ക്. എനിക്കൊരു ലോജിസ്റ്റിക്സ് കമ്പനിയുണ്ട്. എൻ്റെ കമ്പനിയിൽ എത്ര സ്റ്റോക്ക് വേണം അത് ഞാൻ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം. ഓവറായിട്ടും സ്റ്റോക്ക് ചെയ്യേണ്ട, അണ്ടർ സ്റ്റോക്കിംഗ്, സ്റ്റോക്ക് ഇല്ലാത്ത ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ഇപ്പോൾ ഐ ഹവ് ഗോട്ട് ദിസ് വാച്ച് അല്ലേ? അപ്പോൾ ഈ വാച്ചൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ വാച്ചിൻ്റെ ബ്രാൻഡ് ഇതൊക്കെ എൻ്റെയാണ്. ഈ വാച്ച് ഇപ്പം കാസിയോ ആണെങ്കിലും അത് എൻ്റെ ബ്രാൻഡാണെന്ന് വെച്ചോ. അപ്പോൾ ഞാനതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക. ഇഫ് മൈ വാച്ച് ഹാസ് നോ ഡിമാൻഡ് ഓർ നോ വൺ ഈസ് ബൈയിങ് മൈ വാച്ച്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ മതി അല്ലേ? ഇപ്പം എൻ്റെ ബ്രാൻഡിന്, എൻ്റെ വാച്ചിന് ഭയങ്കര ഡിമാൻഡാണ്, എവ്രി വൺ ഈസ് ബൈയിങ് മൈ വാച്ച്. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് സെയിലുണ്ട് അല്ലേ? ഭയങ്കര പ്രോഫിറ്റും ഒക്കെയാണ്. സോ ഞാൻ കുറേ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്. And thus the manager can determine the unit to be produced to meet the customer demand. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് മോർ, കുറവ് മതിയെങ്കിൽ ലെസ് പ്രൊഡക്ഷൻ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പർച്ചേസിങ്. പർച്ചേസിങ് എന്താ പർച്ചേസിങ്? ഇറ്റ് ഈസ് ബൈയിങ് ദ മെറ്റീരിയൽസ് അല്ലേ? നമുക്ക് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, കോമ്പണൻസ്, പാർട്സ് ഒക്കെ പർച്ചേസ് ചെയ്യില്ലേ? Yes, same thing. Next one is customer service, and very important അല്ലേ customer service. എന്താ അത്? യെസ്, നമുക്ക് ഫ്രം കസ്റ്റമേഴ്സ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രം ദാറ്റ് ടൈം നമ്മൾ കസ്റ്റമേഴ്സിന് ഓർഡർ പാക്ക് ചെയ്ത് ദ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് ദെൻ ദ ഫീഡ്ബാക്ക് whether they are satisfied. ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റിട്ടേൺ പോളിസിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നതല്ലേ കസ്റ്റമർ സർവീസ്? യെസ്. അപ്പോൾ കസ്റ്റമർ സർവീസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ കസ്റ്റമേഴ്സ് ഗെറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം. കറക്റ്റ് പ്രോഡക്റ്റ് അവർ
യെസ്, അവരുടെ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ വിഷ് ടൈം എന്നൊക്കെ പറയില്ലേ, അവരുടെ വിഷ് ലിസ്റ്റിലുള്ള പ്രോഡക്റ്റ് അല്ലേ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്ന അതേ ടൈമിൽ തന്നെ യെസ് അവർ വിചാരിക്കുന്ന പ്ലേസിൽ എത്തിച്ചു കൊടുക്കുക വിത്തൗട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ കസ്റ്റമർ സർവീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സൈറ്റ് ലൊക്കേഷൻ. എന്താ സൈറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, when we start a logistics company, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾവേസ് വി ഹാവ് ടു ലുക്ക് ത്രൂ ദ ബാക്ക്ഗ്രൗണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമ്പനി മാറ്റാനായിട്ട് പറ്റില്ല. അങ്ങനെ വന്നാൽ വാട്ട് ഹാപ്പൻഡ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ യെസ് ദ കസ്റ്റമേഴ്സ് വിൽ സഫർ, ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ദ സപ്ലയേഴ്സ് എല്ലാവർക്കും ഡിഫിക്കൽട്ടാണ് അല്ലേ. ഈവൻ വി ഫേസ് സോ മച്ച് ഓഫ് ഡിഫിക്കൽട്ടി അല്ലേ. അപ്പോൾ അതാണ് സൈറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. എ ചേഞ്ച് ഇൻ ലൊക്കേഷൻ ഓഫ് മാനുഫാക്ചറിങ് പ്ലാന്റ്, യെസ് ഇറ്റ് ക്യാൻ കോസ് ഡിഫിക്കൽട്ട് ടൈം ഫോർ എവ്രി വൺ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, സച്ച് ലൊക്കേഷൻ ചേഞ്ച് വിൽ അഫക്ട് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ആരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതായി പറഞ്ഞത്? നമുക്ക് കോസ്റ്റ് ഡിഫിക്കൽട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പം എൻ്റെ കമ്പനി ഞാൻ ഈ പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ യെസ് എൻ്റെ കോസ്റ്റ് ചിലപ്പോൾ കൂടാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടാം. ദെൻ ദ സർവീസ്, ഓക്കെ, എല്ലാവർക്കും ഉള്ള ഒരു സർവീസ് മേ ബി കുറച്ച് കുറയാം. ഓക്കെ, ദെൻ ഇൻവെൻട്രി നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോവാനും കസ്റ്റമേഴ്സിന് ദേ ഫീൽ ടോട്ടലി ഒരു ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യും. ഓക്കെ, സോ സൈറ്റ് ലൊക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് വി ഹാവ് ടു ഫിക്സ് ദ സൈറ്റ് ആൻഡ് വി ഹാവ് ടു ഫിക്സ് ദ ലൊക്കേഷൻ, സീ ത്രൂ ദ സൈറ്റ്. എന്നിട്ട് നമ്മളുടെ പ്ലാന്റ് ഓർ മാനുഫാക്ചറിങ് സെക്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ചെക്ക് വെദർ ദ ലൊക്കേഷൻ ഇസ് കറക്റ്റ്, വെദർ ദ സൈറ്റ് എവറിത്തിങ് ഇസ് കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായോ? ഓൾറൈറ്റ്, ഓക്കെ. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ ഹോൾ ക്ലാസ് അല്ലേ? സിമ്പിൾ അല്ലേ? ലോജിസ്റ്റിക്സ് എന്താണെന്ന് അണ്ടർസ്റ്റുഡ്? Then logistics management, supply chain management, 3 phases and logistics activities. Clear അല്ലേ? ആണ് അല്ലേ? So what is logistics എന്ന് പറഞ്ഞേ? വളരെ സിമ്പിൾ ആയിട്ട് it is acquiring the goods, storing, transporting to the end customers. Goods എടുക്കുന്നു, അത് വെയർഹൗസിൽ സ്റ്റോർ ചെയ്യുന്നു, then it's being transported to the end customerനെ എത്തിച്ചു കൊടുക്കുകയാണ് അല്ലേ? All right. Hope the class is clear. And if you have doubts, you can comment below. And if you have more suggestions or doubts or any enquiries, you can contact in our number. So we'll see in the next video. Bye.